ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഹാസ് എ സയൻസ് എന്ന് പറഞ്ഞിട്ടാണ്. പല ആൾക്കാരും പറയുന്നുണ്ട് മാനേജ്മെൻറ്റ് ഇസ് എ സയൻസ് എന്ന് പറയുന്നുണ്ട്, ആർട്ട് എന്ന് പറയുന്നുണ്ട്, പ്രൊഫഷൻ എന്ന് അങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം വൈ മാനേജ്മെൻറ്റ് ഇസ് എ സയൻസ്. എന്തുകൊണ്ട് മാനേജ്മെൻറ്റിനെ സയൻസ് എന്ന് പറയണം? സയൻസ് എന്ന് പറയുന്നത് എന്താ? ശാസ്ത്രം. Say systematic and organized body of knowledge based on observation and experimental. അതായത് ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ്, ഒരു പറ്റും എന്താ പറയുക അറിവുകളെ പറ്റിയിട്ടാണ് എന്തെന്ന് പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞാൽ. ഈ അറിവ് വെറുതെ ഉണ്ടായതല്ല, കുറേ വട്ടം ഒബ്സർവ് ചെയ്തിട്ടും അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട്, അതായത് പല ശാസ്ത്രജ്ഞന്മാരും സയൻസിൽ പലവരും എന്താ പറയുക പല എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്, പല ഒബ്സർവേഷൻസും നടത്തിയിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സയൻസിൽ എന്താ പറയുക കുറേ വ്യക്തികളുടെ എക്സ്പെരിമെൻറ്റുകൾ, അതേപോലെ കുറേ വ്യക്തികളിലെ എന്താ പറയുക ഒബ്സർവേഷൻസ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റിലും ഇല്ലേ കുറേ വ്യക്തികൾ ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട്, കുറേ പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇല്ലേ? എൽട്ടമായോൻ്റെയും ഹെൻറി ഫയോളുടെയും അവരുടെയൊക്കെ വ്യക്തികളിലെ കുറേ എന്താ പറയുക എക്സ്പെരിമെൻ്റ് ഒബ്സർവേഷൻസ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് എന്താ പറയുക മാനേജ്മെൻറ്റിലും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് ഫലമാകുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു സയൻസിലാണെങ്കിൽ നമ്മൾ പറയും വെള്ളം, അതായത് ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടായ ഇത്ര അത് വേപ്പറായി പോകുന്നോ, അതല്ലെങ്കിൽ നമ്മൾ ഇത്ര ഇതിൽ വെള്ളം എന്താ പറയുക തണുപ്പിക്കാൻ പറ്റുന്നോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ലേ സയൻസിൽ. അതേപോലെ തന്നെയാണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടക്കും മാനേജ്മെൻറ്റിൽ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റിലും ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ് എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മാനേജ്മെൻ്റ് എന്ന് ഒരു പെർട്ടിക്കുലർ ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യണതല്ല എന്ന് പറഞ്ഞത് സയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക നമ്മൾക്ക് എന്താ പറയുക സാലറി കാര്യം കൺസിഡർ ചെയ്യാം. സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും വേണം. അതിപ്പോൾ ഇന്ത്യയിലായാലും വേണം, അമേരിക്കയിലായാലും വേണം, ഏത് സ്ഥലത്തായാലും എന്താ പറയുക സാലറി വേണം. അപ്പോൾ എല്ലായിടത്തും വേണം വ്യാപിക്കാൻ. അതേപോലെ തന്നെയാണ് സയൻസ് എന്ന് പറഞ്ഞത്. സയൻസ് എന്ന് പറഞ്ഞത് ഒരു സ്ഥലത്ത് മാത്രമല്ല അപ്ലിക്കബിൾ അല്ല, എല്ലാ ഭാഗത്തും എന്ത് വേണം? സയൻസ് വേണം. അതേപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല, ഇപ്പോൾ ഏതെടുത്താലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് സ്ഥലത്തെടുത്താലും ഇപ്പോൾ ബിസിനസ് ആയാലും നോൺ ബിസിനസ് ആയാലും ഇതിലായാലും എന്ത് വേണം? മാനേജ്മെൻറ്റും വേണം. ദെൻ ഈസ് പ്രെഡിക്റ്റീവ് പേർപ്പസ്. പ്രെഡിക്റ്റീവ് പേർപ്പസ് എന്ന് പറഞ്ഞാൽ മാത്സ് ചെയ്യണവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ അതവർക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് എക്സ് കാണുക, അതേപോലെ വാല്യൂ ഓഫ് വൈ കാണുക. അപ്പോൾ നമ്മൾ പറയും ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളങ്ങനെ കുറേ എന്താ പറയുക മാത്സ് നോക്കിയിട്ട് നമ്മളത് കണ്ടുപിടിക്കുന്നത് ഇല്ലേ? അതേപോലെ തന്നെ പ്രെഡിക്റ്റീവ് പർപ്പസ്. നമുക്ക് അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും, ഇങ്ങനെ ചെയ്താൽ എന്ത് വരും എന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് സയൻസിലും പറ്റും. നമ്മൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കാൻ പറ്റണില്ലേ? അതേപോലെ തന്നെയാണ് അത് മാനേജ്മെൻറ്റിലും നമുക്കത് കണ്ടുപിടിക്കാൻ ഹെൽപ്പാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ പല കാര്യങ്ങൾ സയൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാനേജ്മെൻറ്റിനെ ഇത് സയൻസ് ആയിട്ട് പറയും. എന്ത്? സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഓൺ കോസ് ആൻഡ് എഫക്റ്റീവ് റിലേഷൻഷിപ്പ്, യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി, പ്രെഡിക്റ്റീവ് പർപ്പസ്. അതാണ് എന്താണ് മാനേജ്മെൻറ്റിനെ സയൻസ് ആയിട്ട് പറയാൻ കാരണം. നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഈസ് ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കല. അപ്പം മാനേജ്മെൻറ്റിനെ എന്താ പറയുക? ആർട്ടായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് ആർ ബെർണാഡ് ഡിഫൈൻ ചെയ്തേക്കണേ. ദ ഫങ്ഷൻ ഓഫ് എൻ ആർട്ട് ഈസ് അക്കംപ്ലിഷ്, കോൺസെൻട്രേറ്റ് ആൻഡ് റിസൾട്ട്സ് പ്രൊഡ്യൂസ് സിറ്റുവേഷൻ ദാറ്റ് വുഡ് നോട്ട് കം അബൌട്ട് വിത്തൗട്ട്
ഡെലിബറേറ്റ് effort to secure them. അതായത് കല, അതെ, അതായത് നമ്മളുടെ ദ ഫങ്ഷൻ ഓഫ് ആർട്ട് ഈസ് കോൺസെൻട്രേറ്റ് എൻഡ്സ്, നല്ല റിസൾട്ട്, സിറ്റുവേഷൻ, നല്ല പുതിയ സിറ്റുവേഷൻസ്, അതൊരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒരു ഡാൻസ് കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡാൻസ് പഠിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരൊന്ന് ഫോഴ്സ് ചെയ്തണ്ടേ? ഒരു കാര്യം എന്താ പറയുക, നമ്മൾ ഒന്നും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടിയിട്ട് മറ്റുള്ളവരാൽ ചെയ്യപ്പെടണം. എന്നാലാണ് എന്തെന്ന് പറഞ്ഞത്, അതൊരു ആർട്ടാവുള്ളൂ. ഒരു സിനിമ, നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ എഴുതി നല്ലൊരു സിനിമ, അത് നായകനും ഒരു ഡയറക്ടറും അല്ലെങ്കിൽ കഥാകൃത്ത് മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അതിന് മറ്റുള്ളവരുടെ എഫക്റ്റ് വേണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫോഴ്സ് വേണം, മറ്റുള്ളവരുടെ എല്ലാ സഹായവും വേണം. എന്നാലല്ലേ അതൊരു സിനിമയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുള്ളൂ. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിന് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, അത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യണം, അത് അവിടെ ഉള്ള എല്ലാ എംപ്ലോയീസിനെയും മോട്ടിവേറ്റ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് എത്തിക്കണതാണ്. അതാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് നമ്മൾ ആർട്ടായിട്ടും കൺസിഡർ ചെയ്യും. അപ്ലിക്കബിൾ, അതായത് പേഴ്സണൽ സ്കിൽ ആൻഡ് നോളജ് ടു അച്ചീവ് യൂസ്ഫുൾ എന്താ പറയുക റിസൾട്ട്. അതായത് നമ്മൾ എന്താണ് വേണ്ടത്, ഒരു പ്രോപ്പർലി ആയിട്ട് എന്താണ് വേണ്ടത്, നമ്മൾ സ്കിൽസും നോളേജ്, അതായത് ഭയങ്കര എന്താ പറയുക, അതിനെ പറ്റിയിട്ട് നല്ല അറിവുണ്ടാവണം. ആ ഇതിനെ പറ്റി നല്ല, ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കാൻ അറിയുന്ന ആൾക്ക് മാത്രമേ ഒരു ഡാൻസ് കളിക്കാൻ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ മാനേജ്മെൻറ്റ് ചെയ്യാൻ അറിയുന്ന ആ നോളേജുള്ള വ്യക്തികൾക്കാണ് എന്തെന്ന് പറയുക, ആ മാനേജ് ചെയ്യാൻ പറ്റുക. എന്നാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇറ്റ് ഇൻവോൾവ് അക്വിസിഷൻ സ്കിൽസ് ആൻഡ് എബിലിറ്റി. അതായത് സ്കില്ലും എബിലിറ്റിയും വേണം. അതായത് എന്താ പറയുക, അക്വിസിഷൻ സ്കിൽ ആൻഡ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്താ പറയുക, അതിനോട് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും അതിൽ എന്താ പറയുക അക്വിസിഷൻ ചെയ്യണം. നമ്മൾ അത് ഓരോന്നും ഇങ്ങനെ ഫോഴ്സ് ചെയ്യണം. ഓരോ കാര്യങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് തന്നെ വേണം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെറുതിലേ പഠിപ്പിച്ചിട്ട് തന്നെ വേണം മറ്റുള്ളവർക്ക് എത്തിക്കാൻ. എയിംസ് ടു അച്ചീവ് കോൺസെൻട്രേറ്റ് റിസൾട്ട്. അതായത് നമ്മളെപ്പോഴും എന്താണ് വേണ്ടത്, നമുക്ക് റിസൾട്ട് എന്താ പറയുക എപ്പോഴും എന്താ പറയുക ഉണ്ടാക്കണം. അവരെ എന്താ പറയുക എപ്പോഴും ബോറടിപ്പിക്കാണ്ട് അവരെ കൊണ്ട് എപ്പോഴും റിസൾട്ട് തന്നെ ഉണ്ടാക്കണം. നമുക്ക് ഫസ്റ്റ് കിട്ടണം, എന്നാൽ അവരെ എന്താ ഫോഴ്സ് ചെയ്യാനും പാടില്ല. അങ്ങനെ ഒരു ഞാക്കിൽ കൊണ്ടുപോകാന്ന് പറയുന്നതാണ് എന്തെന്ന് എയിംസ് ടു അച്ചീവ് കോൺസെൻട്രേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞത്. അതായത് അവരെ മുഷിപ്പിക്കാണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ പോലെ എങ്ങനെ എന്താ പറയുക തഴുകി നിന്നിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ടു എയിം ടു അച്ചീവ് കോൺസെൻട്രേറ്റ് റിസൾട്ട്. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഇസ് റിക്വയർഡ് ടു ഗെറ്റ് എ പെർഫെക്ഷൻ. ഒരു ഡാൻസ് ആണെങ്കിൽ എന്താ വേണ്ടത്, ഇന്ന് ഓടിച്ചെന്ന, ഇപ്പോൾ നാളെ ഡിസോൺ ആണെങ്കിൽ ഇന്ന് ഓടിച്ചെന്നിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു 2-3 ആഴ്ചത്തെ പ്രാക്ടീസ് വേണം. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ ആ ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻ്റ് ആയാലും എന്താണ്, ഇന്ന് ചെന്നാൽ മാനേജ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അയാളിനോട് മറ്റുള്ളവർ പറഞ്ഞിട്ടും അങ്ങനെ ചെയ്താൽ മാത്രമാണ് എന്തെന്നാണ് അയാൾക്ക് അയാളുടെ ജോലിയിലൊരു പെർഫെക്ഷൻ വരുള്ളൂ. ഇറ്റ് ഈസ് എ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമുക്കൊരു എന്താ പറഞ്ഞ ഒരു പഠിക്കാനൊരു സാഹചര്യം വേണമെന്ന് പറയില്ലേ. അതായത് ഇപ്പോൾ അതായത് നമുക്കൊരു ക്രിയേറ്റിവിറ്റി വേണം. അതായത് ഒരു കല എന്ന് പറഞ്ഞൊരു ക്രിയേറ്റിവിറ്റി, അതൊരു അറിവ് വേണം. അതിനെ പറ്റിയിട്ടുള്ള എല്ലാം തമ്മിലുള്ള ഒരു നല്ല ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഒരു ബോട്ടിൽ ആർട്ടോ അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ആവണമെന്ന് പറയില്ലേ. അതായത് ഇപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഒരു ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, അത് നമുക്ക് അതിന്
എന്താ പറയുക, ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നമ്മളോട് കൂളായിട്ട് സംസാരിക്കുക. അല്ലാതെ ഓരോ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ച് പെരുമാറുക എന്നൊക്കെ പറയും ക്രിയേറ്റിവിറ്റി. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെലിബറേറ്റ് എഫേർട്ട് അണ്ടർടേക്ക് അക്കംപ്ലിഷ് ഡിസയർഡ് റിസൾട്ട്. അതായത് ഇപ്പോൾ ഒരു രാവിലെ എണീറ്റിട്ട് പോയിട്ട് പറയണേ ഞാൻ ഡാൻസ് കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇതിന് എന്താ ഉണ്ടാവുക, റിസൾട്ട് കിട്ടുള്ളൂ. അതാണ് ഡെലിബറേറ്റ് എഫേർട്ട് അണ്ടർടേക്ക് ടു അക്വയർ ഡിസൈർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ. എപ്പോഴും നമ്മൾ രാവിലെ എൻ്റെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്തിട്ട് നിരന്തരമായിട്ട് എന്താ പറയുക അവരെ ട്രെയിൻ ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ട് അങ്ങനെ എന്താ എന്നാൽ മാത്രമാണ് എന്തെന്ന് ഉണ്ടാവുക, ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഇതിനെ ആർട്ടായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടായിട്ടും കൂടി അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ നമ്മളെന്താ സയൻസ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റിൽ, അതേപോലെ തന്നെ ആർട്ട് കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് ആർട്ടെന്നും കൂടി നമ്മളതിനെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു. അടുത്തതാണ് വൈ മാനേജ്മെൻറ്റ് ഇസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് പ്രൊഫഷനായിട്ട് പറയാറുള്ളത് എന്ന്. മാനേജ്മെൻറ്റിന് പറഞ്ഞത് എന്താ പറയുക, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഒരു എൻജിനീയറിങ് ഒരു പ്രൊഫഷനാണ്, ടീച്ചർ എന്ന് പറഞ്ഞൊരു പ്രൊഫഷനാണ്, ഡോക്ടർ എന്ന് പറഞ്ഞ പ്രൊഫഷനാണ്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനാണ് എന്ന് പറയുമ്പോൾ അതിനെ കുറേ യൂണിവേഴ്സിറ്റി പോയി ആൾക്കാർ പഠിക്കുന്നു, MBA എടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്തെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനായിട്ട് ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഫസ്റ്റ് ആണ് എസിസ്റ്റൻസ് ഓഫ് ബോഡി ഓഫ് നോളേജ് ഓർ ടെക്നിക്ക്. അതെന്താ ഓരോ എന്താ പറയുക ടെക്നിക്ക് കാര്യങ്ങൾ, അതായത് നോളേജ് ഓർ ടെക്നിക്സ്. ഇപ്പോൾ ഒരു എൻജിനീയർക്ക് എൻജിനീയറിങ് ചെയ്യാനുള്ള ടെക്നിക്ക് കാര്യങ്ങൾ അറിയാം. അതേപോലെ ഒരു എന്താ പറയുക ടീച്ചറിനെ സംബന്ധിച്ചോളം ആ കാര്യത്തിനെ പറ്റിയിട്ട് നല്ലൊരു നോളേജ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലൊരു ടെക്നോളജി എന്തെങ്കിലും ടീച്ച് ചെയ്യാനുള്ള ടെക്നോളജി അല്ലെങ്കിൽ എളുപ്പ വഴി കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനും അവർക്കും എന്താണ് അതിനെ പറ്റിയുള്ളൊരു ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് നോളേജും ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് കറക്റ്റായിട്ടുള്ള എന്താ പറയുക ടെക്നിക്സ് കാര്യങ്ങൾ ഉണ്ടാവും മാനേജ്മെൻറ്റിന്. അവരെങ്ങനെ ചെയ്താലാണ് അവർ നമുക്ക് അതിൻ്റെ റിസൾട്ട് തരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താലേ റിസൾട്ട് കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക നോളേജും ടെക്നിക്ക് ആർക്കുണ്ട്, മാനേജ്മെൻറ്റിനും ഉണ്ട്. പിന്നെ അക്വിസിഷൻ ഓഫ് നോളേജ് ആൻഡ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു എന്താ പറയുക നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് എന്താ പറയുക സക്സസ് ആവുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു പുതിയ ഡോക്ടർ വരുമ്പോൾ അത്ര വിശ്വാസം ആൾക്കാർക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ പറയില്ലേ നല്ല ഡോക്ടർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനും ഇന്ന് കയറിയ ഉടനെ പെട്ടെന്നൊന്നും മാനേജ്മെൻറ്റ് ആവില്ല. അയാൾക്ക് നന്നായി ട്രെയിൻ ചെയ്യണം. ഒരു 6 മാസത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ട്രെയിനിങ് പീരീഡാന്നൊക്കെ കേട്ടിട്ടില്ല ജോലിയിൽ. അതേപോലെ മാനേജറും ഒരു ഓർഗനൈസേഷനിൽ കയറുമ്പോൾ അയാൾക്കും ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് കൊടുത്താൽ ഒരു 3 മാസത്തെ എക്സ്പീരിയൻസ് ആവും, അല്ലെങ്കിൽ 4 മാസം. അപ്പോൾ അതിൽ കൂടെ അയാൾക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവും കിട്ടും, അത് അയാൾക്കൊരു എക്സ്പീരിയൻസ് ആവും. അതനുസരിച്ചിട്ട് അത് എംപ്ലോയീസിനെ അപ്ലൈ ചെയ്യും. പിന്നെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻ നമ്മൾ പറയില്ലേ IMA, ഡോക്ടർക്ക് IMA ഓൾ ഇന്ത്യൻ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയട്ടില്ലേ മെഡിക്കൽ. നമ്മുടെ കൊറോണ കാലത്ത് IMA പറഞ്ഞു ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ. അതേപോലെ ഒരു അസോസിയേഷൻ ഉണ്ട്, മാനേജ്മെൻറ്റിന് ഒരു അസോസിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഓരോ ഡോക്ടർമാർക്കും ഉണ്ട്, എൻജിനീയർമാർക്കും ഉണ്ട് ഓരോ അസോസിയേഷൻ, ഓരോ യൂണിയൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾക്ക്. അതേപോലെ തന്നെ അസോസിയേഷൻ എന്ന് പറഞ്ഞത്. ഫോർമേഷൻ ഓഫ് എത്തിക്കൽ കോഡ്സ് ഉണ്ട്. എത്തിക്കൽ കോഡ്സ് എന്ന് പറഞ്ഞത് എന്താ, കോഡ് ഹോണസ്റ്റി ഇല്ലേ, കോഡുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർക്ക് ഇന്ന കോഡുണ്ട്, നിങ്ങൾ കോൺവിക്കേഷൻ്റെ സമയത്ത് ഇങ്ങനെ പറയും അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കോഡ്, അതായത് എത്തിക്കൽ കോഡ്. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ സത്യസന്ധമായിട്ട് പുലർത്തിയിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. കള്ളത്തരം പാടില്ല,
ഒരു സ്വാർത്ഥ മനോഭാവം പാടില്ല, എല്ലാ പേഷ്യൻസും ഒരേപോലെ ആവണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു കോഡ് വെക്കില്ലേ നിങ്ങൾ? അതുപോലെ വക്കീലന്മാർക്കുണ്ട് ഓരോ കോഡ്. അത് തന്നെയാണ് ഫോർമേഷൻ ഓഫ്. അതേപോലെ മാനേജ്മെൻറ്റിനുണ്ട്. മാനേജ്മെൻറ്റിന് പറഞ്ഞാൽ അവർ സിൻസിയർ ആവണം അവരുടെ വർക്കിൽ. പിന്നെ എംപ്ലോയീസിനെ അങ്ങനെ ഹരാസ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അങ്ങനത്തത് വേണം. അതാണ് അവരുടെ എത്തിക്കൽ കോഡ്. പിന്നെ സർവീസ് മോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താ പറയുക, അവരോടുള്ള എന്താ പറയുക, നമ്മുടെ സമൂഹത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളുണ്ട്. അതിപ്പോൾ മാനേജ്മെൻറ്റിനും ഉണ്ട്. പിന്നെ പേഴ്സണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയില്ലേ, ആ ഡോക്ടറിൻ്റെ ഒരു നല്ലൊരു കൈപുണ്യം, പേഴ്സണൽ ക്വാളിറ്റി. ഈ ഡോക്ടർ നല്ല കാര്യമായിട്ടാ, ഒരു പീഡിയാട്രിക് ഡോക്ടർ, ഒരു റോയ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണെന്ന് ചോദിക്കുക, റോയ് ഡോക്ടർ നല്ലതായിട്ടാ, കുട്ടികളെ നല്ല ഡോക്ടറാന്ന് പറയില്ല, അതാണ് പേഴ്സണൽ ക്വാളിറ്റി. അല്ലെങ്കിൽ ആ പറയും ടീച്ചർ, അപ്പോൾ ടീച്ചർ നല്ലതായിട്ടാ, നന്നായി ക്ലാസ് എടുക്കൂട്ടാ. അതേപോലെ തന്നെ മാനേജറിനെയും പറയും. മാനേജ്മെൻറ്റിൽ ആ മാനേജർ നല്ല അറിവുള്ള വ്യക്തിയാണ്, അയാളെ കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് പേഴ്സണലായിട്ട്. ഇതിപ്പോൾ പ്രൊഫഷണലും ഉണ്ട്, മാനേജ്മെൻറ്റിൽ. അതുകൊണ്ട് ഇപ്പോൾ മാനേജ്മെൻറ്റിനെ പ്രൊഫഷനായിട്ട് അവർ പറയുന്നു. നെക്സ്റ്റ് വണ്ണാണ് ഇമ്പോർട്ടൻസ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ കുറേ റിസോഴ്സസ് ഉണ്ട് ഇല്ലേ? ആ റിസോഴ്സസിന് എന്താണ്, നമ്മൾ മാക്സിമം എങ്ങനെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് എന്തെന്നാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഹെൽപ്പ് ടു അച്ചീവ് റിസൾട്ട്സ് എന്താണ്, അച്ചീവ് ചെയ്യാൻ നമ്മളെ മാക്സിമം സഹായിക്കണം അല്ലേ? കമ്പനിയുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവാണ് എന്തെന്നാണത്. അത് ഇപ്പോൾ നമ്മളെ കൂടി എന്താ വെച്ചാൽ ആൾക്കാർക്ക് വേണ്ടത് എന്താ, സാലറി. അപ്പം നമ്മൾ എന്താ പറയുക, അവരെ കൂടി അതിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അപ്പോഴാണ് നമുക്ക് എന്താണ് കമ്പനിക്ക് കിട്ടുള്ളൂ. കുട്ടികളെ പഠിപ്പിച്ചിട്ട് നല്ല മാർക്ക് മേടിച്ചാലാണ് നമ്മൾ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, നന്നായി പഠിക്കുന്ന ഗൈഡ് മേടിച്ചിരുന്നു, അത് തരുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണേ, ഓട്ടോമാറ്റിക്കലി പഠിക്കുക. അതേപോലെ തന്നെ എന്താണ് ചെയ്യണത്, നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടുക. പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡെവലപ്പ് ചെയ്യുക. കുറേ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്താലാണ് നമ്മുടെ സൊസൈറ്റിക്ക് ഡെവലപ്മെൻറ്റ്. മാക്സിമം എഫിഷ്യൻസി വിത്ത് മിനിമം എഫേർട്ട്. മാക്സിമം എന്താണ് അവർ എന്താ പറയുക, മാക്സിമം നമുക്ക് ഒബ്ജക്റ്റീവ് ചെയ്യുക. കാരണം മിനിമം അധികം ഫോഴ്സ് ചെയ്യാണ്ട് തന്നെ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. പിന്നെ പ്രൊമോട്ട് വെൽഫെയർ ഓഫ് സൊസൈറ്റി ബൈ പ്രൊവൈഡിങ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്. നല്ല ക്വാളിറ്റി ഓഫ് ഗുഡ്സ് കൊടുത്തിട്ട് സൊസൈറ്റീനെ ഡെവലപ്പ് ചെയ്യുക. മോശം കാര്യങ്ങൾ ചെയ്യാണ്ട് നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ, ക്വാളിറ്റി പ്രോഡക്റ്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സൊസൈറ്റീനെ സംരക്ഷിക്കാം. മോട്ടിവേറ്റ്, ഓർഗനൈസ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ഇൻ ഓർഗനൈസ് ടുവേർഡ് അറ്റൈൻ ഒബ്ജക്റ്റീവ്സ്. എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷൻ എന്താ ചെയ്യേണ്ടത്, കൂടുതൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ചെയ്യുക. ഇൻഷ്യൂർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ. എങ്ങനെ സ്മൂത്ത് ഫങ്ഷനിങ് ചെയ്യുക, അവരെ നന്നായി ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അവരെ നന്നായി മോട്ടിവേറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക, നന്നായിട്ട് ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് പോകും. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞത് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോവുക. അതാണ് എന്തെന്നാണ് കോർഡിനേഷൻ ഓഫ്, അതായത് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോയി നടക്കണം. എല്ലാ കാര്യങ്ങളും എന്താ പറയുക, നന്നായി കോർഡിനേറ്റ് ചെയ്ത് പോവുക. അതായത് എന്താ പറയുക, എല്ലാ എംപ്ലോയീസിനും കൂട്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതാണ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റി ഇൻ ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്? ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. സ്കോപ്പുകൾ എന്തൊക്കെ ഏരിയാസിലാണ്? അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഓഫീസ് മാനേജ്മെൻറ്റ്, മെയിൻ്റെനൻസ് മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഫിനാൻസിലാണ്ട് നമുക്ക് ഒരു കാര്യം സ്മൂത്തായിട്ട് നടക്കാൻ ഇല്ലല്ലോ. അപ്പം മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്? ഫിനാൻസ് വേണം. അതപ്പോൾ അവർ ഒരു പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ എന്താ വേണ്ടത്? ഫിനാൻസ് വേണം. ഇറ്റ് ഡീൽസ് വേരിയസ് സോഴ്സസ് ബൈ റേസിംഗ് ഫണ്ട് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെ എങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കണം.
അതാണ് എന്തെന്ന് ഫങ്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. ഫങ്ഷൻ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ എന്താ വേണ്ട, പൈസയുടെ കാര്യം തന്നെ വേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കുക. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നാണ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ അറ്റ് വർക്ക്, ദ റിക്രൂട്ട്, സെലക്ഷൻ, യൂട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് വിത്തിൻ ഓർഗനൈസേഷൻസ്. അവിടുത്തെ ആൾക്കാരെ ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ എന്താ പറയുക സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ മാക്സിമം അവരെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് എന്തെന്ന് പറഞ്ഞാൽ പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്തതാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ എന്താ പറയുക നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. വെറുതെ ഒരാൾ മാനേജ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ മെറ്റീരിയൽ, ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് മെറ്റീരിയൽ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യം. അത് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് അതിൽ നോക്കേണ്ട ആവശ്യം. അടുത്തത് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് വേണ്ടത്, നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ്, ക്വാളിറ്റി നോക്കണം, കൺട്രോൾ, ഇൻസ്പെക്ഷൻ വേണം, പ്രൊഡക്ഷൻ കൺട്രോൾ. അതായത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റീസ് കാര്യങ്ങൾ നോക്കണം, അതേപോലെ എത്ര വേണമെന്ന് നോക്കണം, പിന്നെ അതിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തണം. സാധനങ്ങളുണ്ടോ, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ ഇൻസ്പെക്ഷൻ നടത്തണം. എന്നാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്, മാർക്കറ്റ് ചെയ്യാം. ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റ് റിസർച്ച്, സെയിൽ ഫ്രം അഡ്വർടൈസ്മെൻറ്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താണ്, ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ മാർക്കറ്റ് ചെയ്യുക. അതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. ഇപ്പോൾ ഒന്നുകിൽ സെയിൽസ് ആവാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ആവാം, എല്ലാ കാര്യങ്ങളും. ഓഫീസ് മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താ? ഓഫീസ് മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ, അതായത് ഓഫീസിലത്തെ കാര്യങ്ങൾ, ഒന്നെങ്കിൽ ഓഫീസ് സ്റ്റാഫിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൻ്റെ എക്യുപ്മെൻ്റ് ആയിരിക്കാം. അങ്ങനത്തെ നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഓഫീസിലാണ് ഇപ്പോൾ അഡ്മിഷൻ, കോളേജിൽ ടീച്ചേഴ്സ് ഇച്ചിരി ചെയ്ത് കഴിഞ്ഞാൽ പറയും നിങ്ങൾ ഓഫീസിലേക്ക് വിട്ടോ, പൈസ അടയ്ക്കുന്നതൊക്കെ ഓഫീസിലാന്ന് പറയില്ല. അപ്പോൾ അതാണ് ഓഫീസ് മാനേജ്മെൻറ്റ്. ഓഫീസിലത്തെ കാര്യങ്ങൾ, നമ്മുടെ കണക്ക് കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവുക, ഓഫീസിലുണ്ടാവുക. അപ്പോൾ ഓഫീസ് അതാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഓഫീസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റെനൻസ് മാനേജ്മെൻറ്റ്. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ മെഷീൻസ് ഒന്നും നാശാവാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അതിനെന്താ വേണ്ട, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ അതിന് വേണ്ടി ഒരു ടെക്നീഷ്യൻ വേണം. അതുപോലെ നമ്മുടെ എന്താ പറയുക, അടിച്ചു കയറുന്ന ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടുണ്ടാവും കോളേജിൽ, അവർ അതാണ് മെയിൻ്റെനൻസ് മാനേജ്മെൻറ്റ് എന്നാണ്. വീട് വൃത്തിയാക്കുക, പൊടി പിടിക്കാണ്ടിരിക്കുക, അത് വൃത്തിയാക്കുക, അതാണ് മെയിൻ്റെനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പാക്ക് ചെയ്തിട്ട് അത് വെയർഹൗസിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യുക നമ്മൾ, അല്ലെങ്കിൽ അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിലില്ല, എക്സ്ട്രാ ചേർത്തതാണ്. പ്രിൻസിപ്പൾ ഓഫ് ഇത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ, യു ക്യാൻ അപ്ലൈ ഓൾ ദ ഫീൽഡ്സ്. എല്ലാ ഫീൽഡിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ യൂണിവേഴ്സലി ആപ്ലിക്കേഷനാണ്. ഒരു ഫീൽഡിൽ മാത്രമല്ല മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്, എല്ലാ ഭാഗത്തും നമ്മുടെ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യണം. ഇത് തന്നെയാണ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എനിവേ, താങ്ക് യു.